കേരളത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. മെയ് 4 വോട്ടെണ്ണൽ ദിനം, അതായത് ഒരു മാസം പോലും ഇനി നമുക്ക് മുന്നിലില്ല. ഏപ്രിൽ 9 കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക. തൊട്ടു മുമ്പാണ് ഗണേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണൽ മെയ് 4 ഏപ്രിൽ 19 മെയ് 4 ഈ 2 തീയതികളായിരിക്കും ഇനി നമ്മൾ ഓർത്തുവെക്കേണ്ടത്. കേരളത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുമെന്നുള്ള വിവരമാണ് ഇലക്ഷൻ കമ്മീഷൻ പങ്കുവച്ചത്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ജനാധിപത്യ വിശ്വാസികളെല്ലാം ഉറ്റുനോക്കിയിരുന്ന ആ തീയതി പ്രഖ്യാപനമായിരിക്കുന്നു. ഇതാ തെരഞ്ഞെടുപ്പിന്റെ കൊടിയേറ്റമാണ് നടന്നത്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. മെയ് 4 വോട്ടെണ്ണലും. സ്വാഭാവികമായും ഇനി വലിയ അതിവേഗത്തിലുള്ള നീക്കങ്ങളിലേക്ക്, ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അതിവേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണം. അല്പസമയത്തിനകം തന്നെ CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് അതും ഉടൻ തന്നെ വരും ദിവസത്തിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. BJP-യുടെയും NDA-യുടെയും ഒപ്പം തന്നെ ഇതിനോടകം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. മനു ഭരത് വിവരങ്ങൾ ചേരുന്നുണ്ട്. മനു, കേരളത്തിൽ ഒറ്റഘട്ടം ഏപ്രിൽ 9 മെയ് 4 വോട്ടെണ്ണൽ ഇത്തരത്തിൽ പ്രതീക്ഷിച്ച പോലെയാണോ? ഒരു മാസം പോലും നമുക്ക് മുന്നിലില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് വിഷു ആഘോഷിക്കാൻ മലയാളികൾക്ക് സന്തോഷത്തോടെ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉത്സവത്തിൻ്റെയൊക്കെ ഒരു കാലമാണ് കേരളത്തിൽ ഈ ഏപ്രിൽ മാസം. ഏതായാലും അതൊന്നും ബാധിക്കാത്ത തരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 9/4/2026 എന്ന തീയതി ഇലക്ഷന് തെരഞ്ഞെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൗണ്ടിംഗ് എന്നത് മെയ് 4 എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും മെയ് 6 അവസാനിക്കും. മെയ് 4 കേരളത്തിൻ്റെ അടുത്ത മന്ത്രിസഭ ആര് നയിക്കും, ഏത് തരത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര ചിത്രം പ്രേക്ഷകർക്ക് ലഭിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് ഈ മാർച്ച് 16 തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിറങ്ങുന്നു. അതോടൊപ്പം ഇത് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി വരുന്നത് 23 തീയതിയാണ്. ഈ മാസം നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി. അത് സൂക്ഷ്മ പരിശോധന 24/3/2026 നടക്കും. അതിന് ശേഷമായിരിക്കും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നത് 26/3/2026. എന്നുവെച്ചാൽ മാർച്ച് 26 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമാണ്. അതോടുകൂടി കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി വ്യക്തമാകും. പിന്നീട് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ കാണാനാകും. പിന്നീട് അങ്ങോട്ട് 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു എന്ന സുപ്രധാനമായ വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളായി കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. കേരളത്തിനോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് 23 തീയതിയാണ്. അവിടെ ഏപ്രിൽ 23 അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം വെസ്റ്റ് ബംഗാളിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ഏപ്രിൽ 23 ഏപ്രിൽ 29 1ഉം 2ഉം ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, നാഗാലാൻഡ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബൈ ഇലക്ഷനുകൾ കൂടി ഇതിനോടൊപ്പം നടക്കും എന്നതാണ് ഇതിൻ്റെ സവിശേഷമായ ഒരു സാഹചര്യം. ആസാമിൽ കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആസാമിൽ കേരളത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ 9/4/2026 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മെയ് 4 അവിടെയും വോട്ടെണ്ണൽ നടക്കുന്നു എന്നതാണ് ഇതിൽ സുപ്രധാനം. ആസാമും കേരളവും ഒക്കെ ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. തമിഴ്നാട് 23 പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു വിവരണമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നൽകിയത്. തെരഞ്ഞെടുപ്പിൽ വരുന്നത് കേരളത്തിൽ
മൊത്തം 2.5 കോടി വോട്ടർമാർ 2.7 കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. അതേസമയം ആസാമിൽ അതേ ദിവസം തന്നെ 2.5 കോടി വോട്ടർമാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. കേരളത്തിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ 1.31 കോടി പുരുഷന്മാർ പോളിംഗ് ബൂത്തിലെത്തും. സ്ത്രീകളാണ് കൂടുതൽ. 1.38 കോടി സ്ത്രീകളാണ് 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. 1.38 കോടി സ്ത്രീകളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിൽ 5.67 കോടി വോട്ടർമാരാണ് മൊത്തമുള്ളത്. ബംഗാളിൽ ഇത് 6.44 കോടി വോട്ടർമാർ അങ്ങനെ പോളിംഗ് ബൂത്തിലെത്തുന്നു. അങ്ങനെ മൊത്തം ഈ 5 സംസ്ഥാനങ്ങളിലായി 17.4 കോടി വോട്ടർമാർ എത്തുന്നു എന്നതാണ്. ഇത് ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ മൊത്തം രാജ്യങ്ങളുടെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്നു എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിൽ ആസാമിൻ്റെ 25/4/2026 അവരുടെ ഈ നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കും. കേരളത്തിലേത് 23-ാം തീയതിയാണ്, മെയ് 23-നാണ് അവസാനിക്കുന്നത്. പോണ്ടിച്ചേരിയുടേത് ജൂണിലാണ് കാലാവധി അവസാനിക്കുന്നത്. തമിഴ്നാടിൻ്റേത് മെയ് 10-നാണ് കാലാവധി അവസാനിക്കുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ മെയ് 7-ാം തീയതിയാണ് കാലാവധി അവസാനിക്കുന്നത്. ഇത് പരിഗണിച്ചാണ് വോട്ടിംഗ് തീയതികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം കേരളത്തിൽ 140 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ 124 ജനറൽ സീറ്റുകളിലേക്കും മറ്റ് 16 സംവരണ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആസാമിൽ 126 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 98 ജനറൽ സീറ്റുകൾ ഒപ്പം തന്നെ SC വിഭാഗത്തിനായി സംവരണം ചെയ്തു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.